അസ്സലാമു അലൈക്കും, നമസ്കാരം, റഹ്മത്തുള്ളാഹി. ഇന്ന് ഷാർജ എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉരുകിപ്പോയി. നമ്മളല്ലാതായിപ്പോയി. കാരണം ഒന്ന് ശ്വാസം നിലച്ചാൽ കഴിഞ്ഞു. മനുഷ്യൻ എന്നുള്ള പേര്, അതായത് അലി എന്നുള്ളൊരു വ്യക്തിയുടെ പേര് ആ സ്പോട്ടിൽ മാഞ്ഞു. മയ്യത്തായി, ഡെഡ് ബോഡിയായി പോയി. ഒറ്റ നിമിഷം കൊണ്ട് പടുത്തുയർത്തി എല്ലാതും തകർന്നു. നമ്മളെപ്പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വെച്ചിട്ട് കടലും കടന്നെത്തിയ ഒരു പാവപ്പെട്ട പ്രവാസിയാണ് ആ പെട്ടിക്കകത്ത് കിടക്കുന്നത്. എത്രയോ ആഗ്രഹങ്ങൾ ആ പെട്ടിക്ക് മൂടിപ്പലക വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടത്തിയിട്ടുണ്ടാവും. ആ പെട്ടിയൊന്നും വാങ്ങാൻ ആർക്കും ധൃതിയില്ല, ആളും ആരവുമില്ല. ഇത് കാണുന്ന പ്രവാസ ലോകത്ത് ഭർത്താക്കന്മാരുള്ള, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് അച്ഛന് ഉപ്പയുള്ള മക്കളോടാണിത് പറയാനുള്ളത്, ഭാര്യമാരോടാണ് പറയാനുള്ളത്. കാരണം 10-13 മണിക്കൂർ പണിയെടുത്തിട്ട് ഈ പാവപ്പെട്ട പ്രവാസി നാട്ടിലേക്കൊന്ന് വിളിക്കുമ്പോൾ മക്കളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ മക്കൾക്ക് സമയമില്ല ഉപ്പാനോട് അച്ഛനോട് സംസാരിക്കാൻ. പിന്നെ വിളിക്കാൻ പറയും അമ്മയെ കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പറയും ഉമ്മ കുറച്ച് തിരക്കിലാണ് നമ്മളുള്ളത്. അവർക്ക് എന്ത് തിരക്ക്? ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പ്രിയപ്പെട്ട വാപ്പാനോട് അച്ഛനോട്, അച്ഛൻ ഭക്ഷണം കഴിച്ച, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ജോലി എങ്ങനെ പോകും, ആ ഒരു 3 വാക്ക് മതി അദ്ദേഹത്തിന് മനസ്സ് നിറച്ചൊന്ന് സന്തോഷിക്കാൻ വേണ്ടി. അത് പലപ്പോഴും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ പ്രവാസികൾക്ക് കിട്ടുന്നില്ല. അവിടുന്ന് കിട്ടുന്നത് എന്താണെന്നറിയോ? മക്കളെ ഫീസ് കൊടുത്തിട്ടില്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ പൈസ കൊടുത്തിട്ടില്ല, പാലിൻ്റെ, പത്രത്തിൻ്റെ ഫീസ് ഊരാനായി. ഇതൊക്കെ അമിതമായിട്ടുള്ള സ്ട്രെസ്. ഇവിടെ ഈ പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നവരുടെ റിപ്പോർട്ട് കാരണം അന്വേഷിച്ചപ്പോൾ അമിതമായിട്ടുള്ള ടെൻഷന്, അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട പ്രവാസി കിടന്നുറങ്ങുന്നത്. അവൻ എണീക്കുമോ അല്ലെങ്കിൽ നാളെ എണീറ്റ് പണിക്ക് പോകുമോ ഒന്നും ഉറപ്പില്ല. അങ്ങനെ കിടന്നുറങ്ങിയ ഒരുപാട് ആളുകൾ, അങ്ങനെ കിടന്നുറങ്ങിയ ഒരു പാവപ്പെട്ട പ്രവാസിയാണ് ഈ പെട്ടിക്കകത്തും കിടക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ അച്ഛനോ നിങ്ങളെ ഭർത്താവോ നിങ്ങളെ മക്കളോ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ദയവ് ചെയ്തിട്ടൊന്ന് ചോദിക്കുക അവരോട്. അവർ സന്തോഷിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ വാക്കുകൊണ്ട് മാത്രം 2-3 കാര്യങ്ങൾ, എന്തൊക്കെയുണ്ട്, ജോലി എങ്ങനെ പോകുന്നു, ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാറുണ്ടോ, ഉറക്കമൊക്കെ എങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക്. അവരിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം.